ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് ഐലൻഡ് ഓഫ് മീ. ഞാൻ വിചാരിച്ചു കുറേ നാളെ നമ്മുടെ ഗാർഡൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ മൺസൂൺ ആയതിനു ശേഷമൊക്കെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് അടുപ്പിച്ച് മഴ പെയ്തിട്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടായില്ല. എപ്പോഴും വെള്ളമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നല്ലോ. മാത്രമല്ല നമ്മുടെ ഇതിൻ്റെ ഫ്ലോറൊക്കെ അത്യാവശ്യം സ്ലിപ്പറി ആയിരുന്നു, അങ്ങനെ വരാൻ പറ്റില്ല. ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് ഈ സംഭവം കണ്ടോ, കാശിത്തുമ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിച്ചു തരാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗാർഡൻ്റെ ഒരു പുതിയ വിശേഷങ്ങളൊക്കെ. ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ എല്ലാം ഫ്ലവേഴ്സ് ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഇതുണ്ടല്ലോ മത്തൻ, ഇതൊക്കെ അത്യാവശ്യം വളർന്നിട്ട് ഈ ഭാഗത്തൊക്കെ വരാത്തതുകൊണ്ടാണ് നമ്മൾ നടക്കുന്ന സൈഡിലൊക്കെ മത്തൻ വരാൻ തുടങ്ങി പടർന്നിട്ട്. അപ്പോൾ ഞാനെല്ലാം കാണിച്ചു തരാമെന്ന് വെച്ചു. ശംഖുപുഷ്പമൊക്കെ ആയി. പിന്നെ ആനക്കൊമ്പൻ വെണ്ടയുടെ ഇത് കണ്ടെന്താണെന്നറിയോ, അതിൽ ഫുള്ള് ഉറുമ്പ് തിന്നിട്ട് ഒരെണ്ണം പോയി. അപ്പം ഞാൻ വന്ന് കണ്ടപ്പോൾ ഇതിൽ ഉറുമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ഇത് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മൊത്തത്തിൽ പോകാൻ വേണ്ടി ഉറുമ്പ് പൊടി ഇട്ട് കൊടുത്തുന്നുള്ളൂ. ഇത് നമുക്ക് കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം മൂത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും സീഡിന് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ വെണ്ടയുണ്ട്. പിന്നെ നമ്മുടെ മത്തൻ്റെ ഒക്കെ അവസ്ഥ, കുറേ കായൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ ഇതേപോലെ ചീത്തയായി പോയി. ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ ഇതൊന്ന് പ്രിസർവ് ചെയ്യാൻ? അങ്ങനെ അപ്പം അത് അവിടെ. പിന്നെ നമ്മുടെ ഈ ചീര, ഇത് കുറച്ച് ക്ലൈംബിങ് ടൈപ്പ് ചീരയുണ്ട്. ഇത് വെച്ച് നമ്മൾ ഒരു ബജി ഉണ്ടാക്കിയത് ഒരു ചെറിയ വ്ളോഗായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അത് ഒക്കെ അത്യാവശ്യം ഈ ഒരു കോണിൻ്റെ അപ്പോൾ അതൊക്കെ അത്യാവശ്യം അത് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. വലിയ ലീഫാണ്, ഞാനൊന്ന് കാണിച്ചു തരാം. വലിയ ലീഫ് കണ്ടോ, ഫേസിൻ്റെ അത്രയുണ്ട്, അത്യാവശ്യം വലിയ ലീഫ്. പിന്നെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇത് പാവയ്ക്കും അതേപോലെ ഇതും മത്തനും കുറേ പടർന്നിട്ടുണ്ട്. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ നല്ല അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. നോക്കിക്കെ, ഒന്നും കെയർലെസ് ആയിട്ട് നമ്മളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് നല്ല രീതിയിൽ വന്നു എന്ന് പറയാം. അപ്പം ഞാൻ മെയിനായിട്ട് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ഫിഷ് വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ആക്കുന്ന രീതി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലൊരു ഡീകമ്പോസ് പിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് ഒരു പ്ലാസ്റ്റിക് ഒരു ബക്കറ്റാണ്. അതിൻ്റെ താഴത്തേക്ക് ഒരു ടാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിൽ നിന്നുള്ള സ്ലറി കളക്ട് ചെയ്യാൻ വേണ്ടി ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഫിൽറ്ററായിട്ട് ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഹൈറ്റിന് വേണ്ടി. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് പിക്കിൾ മേക്കിംഗ് പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഫിഷ് വേസ്റ്റ് കിട്ടുന്നത്. മെയിനായിട്ട് ഇതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു പരിപാടി ആലോചിച്ചത്. അപ്പോൾ നമ്മുടെ വേസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് മാക്സിമം ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കാര്യം പെട്ടെന്ന് ഡീകമ്പോസ് ആവും, അതിൻ്റെ വെള്ളം ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇത് ഫെർമെൻറ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ശർക്കരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, കാര്യം ശർക്കരയുടെ റേറ്റും കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. പിന്നെ ഈച്ചയൊക്കെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് കൊക്കോപിറ്റ്, പിന്നെ നല്ലോണം അടച്ചു വെച്ചാൽ മതി. ഇന്ന് വരുന്ന സ്ലറി കളക്ട് ചെയ്തിട്ട് ശരിക്കും ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിൽ അത്യാവശ്യം ഭയങ്കര സ്മെല്ലുണ്ടാവും, കണ്ടില്ലേ, സ്ലറി ഇങ്ങനെ കിട്ടും. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഈച്ചയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ചെടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഈ മാനൂർ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് മറ്റേ ഈ സ്ലറിയാണ്, ഡൈലൂട്ട് ചെയ്തിട്ടുള്ള സ്ലറി. എനിക്കിതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഇത് കാശിത്തുമ്പയാണ്, പല കളറ് കാശിത്തുമ്പയാണ്. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആവും. ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്.
കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പൊട്ടും ഉണ്ടോ. പിന്നെ ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് പറയുന്നത് ഭയങ്കര സ്മെല്ലാണ്. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ താഴെ വരെ അതിൻ്റെ സ്മെല്ല് കിട്ടും. കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ അത് അബ്സോർബ് ചെയ്യുന്നൊരു ടൈം വരെ. പിന്നെ നമ്മുടെ പുതിയ വേറൊരു കാര്യം, അതെ പൊന്നാങ്കണ്ണി ചീര ഞാനിതൊരു വേർട്ടിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം ഓക്കെ ആയി. അപ്പോൾ ഇതിലേക്കൊക്കെ സ്ലറി കുറച്ച് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ കർക്കിടക മാസം കഴിഞ്ഞതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റും. ഇവിടെ ഉണ്ട് വെണ്ട, കണ്ടില്ല നമ്മുടെ ഒരു റൂഫ് ഗാർഡൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഓർഗനൈസ് അല്ലാത്ത രീതിയിലാണ് ഫുള്ള് വന്നിരിക്കുന്നത്. മഴയായിരുന്നു, ഫുൾ മഴയായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട്. പക്ഷെ കുറേ നാൾ കൂടി കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വെച്ചു മൊത്തത്തിൽ. പിന്നെ സ്ലറി ഒരു വീക്ക്ലി 2 times എടുത്താൽ മതി. കാര്യം കുറച്ച് കഴിയുമ്പോഴാണ് ഇത് വരുള്ളൂ, അത് ഡീകമ്പോസ് ആവുന്ന പോലെ വരുള്ളൂ. ഭയങ്കര സ്മെല്ലിങ് ഇതിന്. ഇനിയിപ്പോൾ കുറച്ചെടുക്കുന്നുണ്ട്. ഇത്ര കിട്ടിയിട്ടുണ്ട്, ഹാഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബക്കറ്റിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി വെള്ളമുള്ളതുകൊണ്ട് ആ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിന്ന് എടുത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുണ്ടോ, ഇതിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിൻ്റെ സൈഡിൽ, പിന്നെ ഇവിടെ, പിന്നെ ഇതൊരു ബേസിൽ ലീഫാണ്, അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോന്നിനും ഒഴിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇത് ലെമൺ ഗ്രാസ്, ഇവിടെ ഇതിന് ശംഖുപുഷ്പമുണ്ട്. ഇവിടെ ലെമൺ ഗ്രാസിന് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഭയങ്കര സ്മെല്ലാണ്, വീണ്ടും പറയുന്നു, ഭയങ്കര സ്മെല്ലാണ്. പിന്നെ മുളകൊക്കെ അത്യാവശ്യം കായ്ക്കണമെങ്കിൽ ഇത് ഒഴിച്ചെടുത്താൽ പെട്ടെന്ന് കായ്ക്കും. പനിക്കൂർക്കയാണ് ഇതൊക്കെ. ഞാൻ കുറച്ച് ഹെർബ്സും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കാശിത്തുമ്പ ചെടിയൊക്കെ കണ്ടോ, ഇങ്ങനെ പൊട്ടി വീണിട്ട് അവിടെ മുളച്ചിട്ടുണ്ട്. ലൈക്കോളും. ഇതിലുണ്ട്. ഇവിടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ മുളച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, സീഡ്സൊക്കെ വീണിട്ട്. പിന്നെ ഈ ശംഖുപുഷ്പം വൈറ്റ് കളർ, അതെങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. കുറച്ച് വൈറ്റ് കളറാണ് കേട്ടോ, വൈറ്റ് കളർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ഇങ്ങനെ കളയാൻ വേണ്ടി സഫർ ചെയ്യുന്ന ടീംസ് ആണെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി മെത്തേഡാണ്. നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.